ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആവാനും അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ വളരെയധികം കെമിസ്ട്രി വർക്കൗട്ട് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സാണ്. ഇതെന്ന് പറയുന്നത് ഈ വിഷ്വലൈസേഷൻ നിങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എനിക്കറിയാം, എൻ്റെ വീഡിയോസ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. സോ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ടീമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലോട്ട് വരാം. എന്താണ് അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഞാൻ പറയുന്ന ഈ സെൻറ്റൻസ് നിങ്ങളൊന്ന് എഴുതുക. നിങ്ങൾ ആരുമായിട്ടാണോ നല്ല സന്തോഷകരമായ ബന്ധം ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസ് എഴുതുക. ഓക്കെ, ഞാനും ഇന്ന വ്യക്തിയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. ഈ സെൻറ്റൻസ് അല്ല നമ്മുടെ സൊല്യൂഷൻ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം അത് എഴുതണം. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും കൈനയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്. ഓക്കെ, ആ കൈന എന്നുള്ള പേരിന് പകരമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു പേര് മെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് പറയാം. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് സന്തോഷകരമായ ബന്ധത്തിലാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ഒരു 5 സിറ്റുവേഷൻസ് നിങ്ങൾ ഓർത്തെടുക്കുക. പഴയതാവാം, ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാവാം. ആ ഒരു 5 സിറ്റുവേഷൻസ് മാർക്ക് ചെയ്യുക. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യുന്നതാവാം, സംസാരിക്കുന്നതാവാം, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒന്നിച്ച് സിനിമക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ ഒന്നിച്ച് ടൂർ പോകുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോയി ഫുഡ് കഴിക്കുന്നതാവാം ഒന്നിച്ച്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടുന്നതാവാം. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഓരോരോ സിറ്റുവേഷൻസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, പോയിന്റ് ആയിട്ട്. എന്നിട്ട് ഈ ഓരോ പോയിന്റിനെയും ഡെവലപ്പ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതുക. ഉദാഹരണമായിട്ട് ഒന്നിച്ച് കോഫി കഴിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് കഴിക്കുന്നത് എവിടെയാണ് നിങ്ങൾ കഴിക്കുന്നത്, അതിനൊരു ഇമാജിനേഷൻ ഉണ്ടാക്കുക. എങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നത്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അങ്ങനെ ഈ 5 സിറ്റുവേഷൻസിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇനി വിഷ്വലൈസേഷൻ പ്രോസസ്സിലോട്ട് പോവുകയാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ എഴുതി വെച്ചിട്ടുള്ളത് 3-4 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിഷ്വലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു 10-20 ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്യുക. അത് മൈൻഡിനെ ജസ്റ്റ് ഒന്ന് കാമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അതിനുശേഷം കണ്ണുകൾ അടച്ചതിന് ശേഷം മനസ്സിലോട്ട് ഒന്നാമത്തെ സിറ്റുവേഷൻ കൊണ്ടുവരിക, അത് 1 മിനിറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക. രണ്ടാമത്തെ സിറ്റുവേഷൻ കൊണ്ടുവരിക, അത് 1 മിനിറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഈ 5 കാര്യങ്ങളും മനസ്സിൽ ദൃശ്യവൽക്കരണം ചെയ്യുക. അങ്ങനെ ദൃശ്യവൽക്കരണം ചെയ്തതിന് ശേഷം നിങ്ങൾ പതിയെ വീണ്ടും ഒരു 10 ബ്രീത്ത് എടുത്ത് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പതിയെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ടോട്ടലി ഒരു 7 മിനിറ്റ്സേ വരത്തുള്ളൂ ഇത് ചെയ്യാൻ. പക്ഷേ ഈ വിഷ്വലൈസേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു 100% റിസൾട്ട് ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ ആ ഒരു സിറ്റുവേഷൻസും നിങ്ങൾ മനസ്സിലൂടെ കടത്തിവിടുമ്പോൾ അത് മാക്സിമം ലെവലിൽ നിങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ആണ് മാനിഫെസ്റ്റ് ആവുക എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഡൗൺ ആയിട്ട് ഇരുന്നിട്ടല്ല വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. വളരെയധികം പോസിറ്റീവ് എനർജിയോടുകൂടി മാക്സിമം അത് 5 സെൻസസിലൂടെ ഫീൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടട്ടെ. എത്ര ദിവസം ചെയ്യണം എന്നുള്ള സംശയം ഉണ്ടായിരിക്കും. മിനിമം ഒരു 21 ഡേയ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ചെയ്യേണ്ട സമയം ഒന്നുകിൽ രാവിലെ എണീറ്റ ഉടനെ ചെയ്യാം, അതല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ
മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.